ഹായ് ഗായ്സ്, അപ്പോൾ അടുത്തൊരു സ്ക്വാഡ് ബിൽഡിങ്ങുമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സ്ക്വാഡ് ബിൽഡിംഗ് ആയിട്ട് വരാനുള്ള കാരണം നമ്മുടെ ടീമിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയ സ്ക്വാഡിൽ നിന്നും പോവില്ല എന്ന് വിശ്വസിച്ചിരുന്ന പല പ്ലെയേഴ്സും ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് മറ്റു ചില ക്ലബ്ബുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ISL തുടങ്ങുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നമ്മൊരു സ്ക്വാഡ് ബിൽഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ആരും ക്ലബ്ബ് വിട്ട് പോകാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ചെയ്യുന്നത്. അതിന് പുറമെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടാക്കിയെടുത്ത ഒരു ഫോർമേഷൻ നമ്മൾ വീഡിയോയ്ക്ക് അവസാനം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മളിപ്പോൾ ഈ സ്ക്വാഡ് ഉണ്ടാക്കിയതുകൊണ്ട് കാറ്റാൽ അത് തന്നെ പരീക്ഷിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പം നമ്മളൊരു അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളും മികച്ച താരങ്ങളെ വെച്ചൊരു അണിനിരത്തിക്കൊണ്ടൊരു സ്ക്വാഡ് ഉണ്ടാക്കാം എന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കമൻ്റ് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സിനൊക്കെ വെച്ചൊരു സ്ക്വാഡ് ബിൽഡിംഗ് നിങ്ങൾ കമൻ്റ് ആക്കി ഇട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കണ്. അതിനു മുമ്പ് നമ്മൾ കുറേ പ്ലേയേഴ്സിനൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുകയും കുറേ പ്ലേയേഴ്സിനൊക്കെ ബെഞ്ചാക്കിക്കൊണ്ടും നിർത്തിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. മോഹൻ ബഗാൻ പോലത്തെ ഒരു ടീമിനെതിരെ കാറ്റാൽ എന്തായാലും അറ്റാക്കിംഗ് ആയിട്ടൊരു കളി അധികം കളിച്ചൊന്നും വരില്ല. അപ്പോൾ ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു കളിശൈലിക്ക് പറ്റിയൊരു ഫോർമേഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഫോർമേഷനിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. കാറ്റാലയുടെ മെയിൻ ഫോർമേഷനായ 4-2-3-1 തന്നെയാണ് നമ്മൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മാറ്റവുമില്ല. അപ്പം നമ്മുടെ ആദ്യ മാറ്റം തന്നെ കീപ്പറാണ്. നോറ നമ്മുടെ ടീം വിട്ടു പോയ സാഹചര്യത്തിൽ നമുക്ക് അവൈലബിൾ ആയത് 2 കീപ്പർമാരാണ്, സച്ചിൻ സുരേഷും അതുപോലെ തന്നെ അർഷ അൻവർ ഷെയ്ഖുമുണ്ട്. അപ്പം നമ്മുടെ കീപ്പറായിട്ട് ഇപ്പം നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് സച്ചിൻ സുരേഷിനെ തന്നെയാണ്. ISL എക്സ്പീരിയൻസ് കൂടുതലുള്ള സച്ചിൻ തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ ഇക്കൊല്ലം. അപ്പോൾ ഇനി നമ്മൾ ഡിഫൻഡർമാരായിക്കൊണ്ട് നോക്കുമ്പോൾ ആദ്യം ലെഫ്റ്റ് ബാക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കവിടെ സഹീഫ് ഉണ്ട്, അതുപോലെ തന്നെ നവോച്ച സിംഗ് ഉണ്ട്, ഐബൻ ഡോങ്ലിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ മികച്ച താരങ്ങളെന്ന് പറയാനായിട്ട് സഹീഫ് സൂപ്പർ കപ്പിലൊക്കെ കാറ്റാലയുടെ കീഴിൽ മികച്ച പ്രകടനം നടത്തിയൊരു താരമാണ് സഹീഫ് എന്ന് പറഞ്ഞ പ്ലെയർ. അതിന് പുറമെ നവോച്ച എന്ന് പറയുന്ന പ്ലെയറും അടിപൊളി പ്ലെയർ തന്നെയാണ്. എന്നാൽ കൂടിയും നമ്മളിപ്പോൾ ഗോകുലത്തിനെതിരെ കളിക്കുമ്പോൾ പോലും നമ്മുടെ ക്യാപ്റ്റനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ളൊരു താരം തന്നെയാണ് ഐബൻ ഡോഗ്ലിംഗ്. അപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് ഐബൻ തന്നെയാണ് നമ്മുടെ ലെഫ്റ്റ് ബാക്കിൽ വരുന്നത്. ചില മാധ്യമങ്ങളും ഫുട്ബോൾ ഗവേഷകരും പറയുന്നു LB ആയിക്കൊണ്ട് സഹീഫോ അല്ലെങ്കിൽ നവോച്ചയോ വരുമെന്ന്, അപ്പോൾ ഐബൻ റൈറ്റ് ബാക്കിൽ കളിക്കുമെന്ന്. ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് റൈറ്റ് ബാക്കിൽ നിന്ന് അമേറൻവാളിൻ്റെ ടീം വിട്ട സാഹചര്യത്തിലും നമുക്കൊരു പ്രോപ്പർ റൈറ്റ് ബാക്ക് എന്ന രീതിയിൽ മികച്ചൊരു താരമില്ലാത്തത് കൊണ്ടുമാണ്. നമ്മുടെ 2 സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഒമറിനെയും അതുപോലെ തന്നെ നമ്മുടെ ബികാഷിനെയുമാണ്. RB ആയിക്കൊണ്ട് മറ്റൊരു പ്ലെയറെയാണ് ഞാൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമി പാമിനെയാണ് ഞാൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എക്സ്ട്രാ ഡിഫെൻഡിങ് സപ്പോർട്ട് എന്ന രീതിയിലാണ് ഹോർമി പാമിന് ഞാൻ അവിടെ റൈറ്റ് ബാക്ക് പൊസിഷൻ കൊടുത്തത്. ഇതിൽ ചിലപ്പോൾ ഒരു മാറ്റം വരാം. സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ട് ഹോർമി പാമിനെ കൊണ്ടുവന്ന് RBയിലേക്ക് ബികാഷിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. ഇതിന് കാരണം ചെന്നൈയിൻ FCയിൽ ഒരുപാട് കളി ബികാഷ് റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മികച്ച പ്രകടനമാണ് റൈറ്റ് ബാക്കിൽ ചെന്നൈയിൻ FCക്ക് വേണ്ടിയും ബികാഷും ഞാൻ കാഴ്ചവെച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയുമുണ്ട്. RB സ്ഥാനത്തേക്ക് ഞാൻ സന്ദീപിനെ ഉപയോഗിക്കുന്നില്ല. അതിന് സൂപ്പർ കപ്പിൽ മോശം പ്രകടനം തന്നെയാണ്. അതിന് പുറമെ ആൾക്ക് ഓൾറെഡി സൂപ്പർ കപ്പിൽ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം മോഹൻ ബഗാനെതിരായിട്ടുള്ള കളിയിൽ ആൾക്ക് സസ്പെൻഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഹെർണാണ്ടസിനെ അവിടെ മാറ്റിക്കൊണ്ട് അവിടേക്ക് നമ്മൾ പുതിയൊരു താരത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ റൗളിൻ ബോർജസിനെയാണ് നമ്മളിപ്പോൾ മിഡ്ഫീൽഡർ ആക്കിക്കൊണ്ട് നമ്മുടെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയത്. ഗോകുലം കേരള FCക്കെതിരെ മികച്ച പ്രകടനം നടത്തുകയും അതുപോലെ തന്നെ ഒരു ഗോൾ നേടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റാല വെസ്റ്റ് ലെവലിലേക്ക് ബോർജസിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പുറമെ DMF ആയിക്കൊണ്ട് അവിടെ ഒരു മാറ്റം വരാനുള്ള സാധ്യതയില്ല. ബിബിൻ മോഹനൻ തന്നെയായിരിക്കും നമ്മൾക്കുള്ള ഏക ഓപ്ഷൻ. അപ്പോൾ ആൾ തന്നെയായിരിക്കും DMFൽ. അപ്പോൾ നമ്മുടെ ഒരു സെൻട്രൽ ഏരിയ ഇപ്പോൾ അങ്ങനെ ഒരു കവറായി കിട്ടിയിട്ടുണ്ട്. ഡിഫെൻസീവ് പരമായാലും അറ്റാക്കിങ്ങിലായാലും റൗളിൻ ബോർജസും ബിബിൻ മോഹനും നല്ല സപ്പോർട്ട് ടീമിനെ കൊടുക്കും. അപ്പം ഇനി നമ്മുടെ മിഡ്ഫീൽഡ് സെറ്റായിട്ടുണ്ട്. ഇനി അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇക്കുറി നമ്മൾ ഡാനിഷിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം കോറോസിങ്ങിനെയാണ് നമ്മൾ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഡാനിഷിനെ ഞാൻ എൻ്റെ സ്ക്വാഡിൽ നിന്ന് മാറ്റാറില്ല. കാറ്റാല കൂടുതലായിട്ടും ഡാനിഷ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആളെ മാറ്റിക്കൊണ്ടാണ് നമ്മളിപ്പോൾ കോറോസിങ്ങിനെ കൊണ്ടുവന്നത്. അപ്പോൾ റൈറ്റ് വിങ്ങിൽ കോറോസിങ്ങും ലെഫ്റ്റ് വിങ്ങിൽ കെവിൻ യോക്കും
അപ്പോൾ നമ്മൾ 2 വിങ്ങേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമെ നമ്മൊരു AMF എന്ന റോളിൽ ക്രിയേറ്റീവായിട്ട് ഒരു വിദേശ താരത്തെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, റൂസിനെ. അപ്പോൾ ആൾക്ക് അവിടെ മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആളെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ AMF ആയിട്ട് ഉൾപ്പെടുത്തിയത്. ഇനി സ്ട്രൈക്കർ ആയിക്കൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല, നമുക്ക് വിക്ടർ തന്നെയാണ് നമ്മുടെ മെയിൻ സ്ട്രൈക്കർ. അപ്പോൾ ആൾക്കൊരു ബാക്കപ്പ് എന്ന രീതിയിലായിരിക്കും അജിസലൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ പ്രതീക്ഷയാണ് വിക്ടർ. അപ്പോൾ ആൾ ഗോകുലത്തിനെതിരെ ഒരു ഗോൾ നേടിക്കൊണ്ട് നമ്മൾ ജയിച്ച കളിയിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡാനിഷ് ഫറൂഖും എബിൻ ദാസും അതുപോലെ തന്നെ മുഹമ്മദ് അജിസലും നിയാൽ സുധീഷും അടക്കം വരുന്ന ഈ താരങ്ങളൊക്കെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും ഇറങ്ങുക. അപ്പോൾ നമ്മൾ സ്ക്വാഡൊന്ന് മൊത്തത്തിൽ നോക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ്, സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ട് ബികാഷ് ഉമ്നമും അതുപോലെ തന്നെ ഒമർ ബായുമാണ്. ലെഫ്റ്റ് ബാക്കിൽ ഐബൻ ഡോങ്ലിങ്ങിനെയാണ് ഉൾപ്പെടുത്തുന്നത്. റൈറ്റ് ബാക്കിൽ ഹോർമി പാമും. അങ്ങനെയാണ് നമ്മുടെ ഡിഫൻസ്. അപ്പം ഇനി മിഡ്ഫീൽഡർ നോക്കുകയാണെങ്കിൽ റൗളിൻ ബോർജസും അതുപോലെ തന്നെ വിപിൻ മോഹനനുമാണ്. അങ്ങനെയാണ് നമ്മുടെ മിഡ്ഫീൽഡ് വരുന്നത്. ഇനി നമ്മുടെ AMF ആയിക്കൊണ്ട് വരുന്നത് റൂസിനെയാണ്. റൈറ്റ് വിങ്ങിൽ കോറോസിങ്ങും അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ കെവിൻ യോക്കും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ ഫോർവേഡായിട്ട് വരുന്നത് നമ്മുടെ കുന്തമുന എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിക്ടറുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഡ് ബിൽഡിങ്. അപ്പോൾ ഒരു മികച്ച ഒരു ടീമിനെ തന്നെ നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവാം, അതൊക്കെ കമൻ്റ് ഇട്ടോ. അതിന് പുറമെ ഞാനൊരു സബ്സ്ക്രൈബറിൻ്റെ സ്കോഡ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ സ്കോഡിൽ നിന്ന് 2 മാറ്റങ്ങളുള്ളൂ. അതായത് ഇപ്പോൾ ആൾ റൈറ്റ് ബാക്കിൽ ഐബൻ ഡോങ്ലിങ്ങും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച വരുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക. ഞാൻ ഉണ്ടാക്കിയ സ്കോഡാണോ, ആളുണ്ടാക്കിയ സ്കോഡാണോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു സ്കോഡാണോ ഉണ്ടാവാന്നൊക്കെ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളൊരു വീഡിയോ എന്ന് പറയാനായിട്ട്.